എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആദ്യം തന്നെ മേരി ക്രിസ്മസ് ആശംസകൾ. ഈ ഡിസംബർ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്മസ് സീസൺ ആണല്ലോ. അപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ക്രിസ്മസ് ഡെക്കറേഷൻസും ക്രിസ്മസ് ട്രീസും ജിംഗിൾ ബെൽസുമാണ്. പിന്നെ പലതരമായ നല്ല ഭംഗിയുള്ള ഒരുക്കങ്ങളാണ് എല്ലായിടവും. അപ്പോൾ നമ്മുടെ അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ്, ഈ ക്രിസ്മസിൻ്റേതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് നമ്മുടെ ഫുഡിലും ഉണ്ടാവും. അപ്പോൾ ഈ ക്രിസ്മസിന് നമ്മളിവിടെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വിഭവത്തിലെ മെയിൻ ഐറ്റമാണ് താറാവ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡിഷാണ് അപ്പവും താറാവ് സ്റ്റൂവും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ താറാവ് സ്റ്റൂ പ്രിപ്പയർ ചെയ്യാൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അവസാനം വരെ കാണുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മേരി ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ നാടൻ താറാവ് സ്റ്റൂവിന് വേണ്ടിയ ഐറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇഞ്ചി ഒരു വലിയ കഷ്ണം, 3 പച്ചമുളക്, 5 വെളുത്തുള്ളി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാളയാണ്. എനിക്ക് കുഞ്ഞുള്ളി ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ. നിങ്ങൾക്ക് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി ഇടുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ കുഞ്ഞുള്ളി ആണെങ്കിൽ ഒരു 5-6 ഒരു 7 ഷാലറ്റ്സ് മതിയാവും. പിന്നെ നമുക്ക് വേണ്ടിയത് സ്പൈസസ് ആണ്. ഏലക്ക 3-4 ഗ്രാമ്പു, പട്ട, കുരുമുളക് ഒരു പിടി, ഒരു പിഞ്ച് മതി. പിന്നെ ഞാനിവിടെ 2.5 ഉള്ളി എടുത്തിട്ടുണ്ട്. മീഡിയം ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ വലിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളിയാണെങ്കിൽ അതനുസരിച്ചിട്ട് സൈസ് അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുക കുറയ്ക്കുക ചെയ്യുക. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനെ എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ല നിങ്ങൾക്ക് ക്രഷ് ചെയ്യണമെങ്കിൽ ക്രഷ് ചെയ്ത് വേണേലും എടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിനെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. ഒരുപാടങ്ങ് അരയണ്ട, ഇച്ചിരി തരി പോലെ കിടക്കണം. ഇപ്പം നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു പാൻ എടുക്കുക. പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത ശേഷം എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുക്കുക. സ്പൈസസ് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് നിറം മാറി വരുമ്പോഴേക്കും നമ്മളുടെ വറ്റൽമുളകൊക്കെ പെട്ടെന്ന് ഇതാവുമല്ലോ, അപ്പോൾ പെട്ടെന്ന് ഹീറ്റാവും. അപ്പോഴേക്കും നമ്മുടെ പെരുംജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. പെരുംജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ സ്പൈസസ് ആണ് നമ്മളുടെ സ്റ്റൂവിനൊരു പ്രത്യേക ഒരു ഫ്ലേവറും മണവും ഒക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്പൈസസ് ആണ് ഇതിനകത്തെ മെയിൻ. ഫസ്റ്റ് നമ്മൾ കടുക് ഒന്നും ഇട്ട് പൊട്ടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സ്പൈസസ് ആണ് ഫസ്റ്റ് നമ്മൾ ഒന്ന് മൂപ്പിച്ചെടുത്ത് നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മുടെ സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി മിക്സ്ചർ ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ട്. ഇത് ആഡ് ചെയ്ത ശേഷം ഇതിൻ്റെ പച്ച മണം മാറുന്ന വരെ നമ്മൾ സോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിൻ്റെ പച്ച മണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമ്മുടെ മസാലക്കൂട്ട് നമുക്കൊന്ന് തയ്യാറാക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മസാല എന്ന് പറയുന്നത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ മാത്രമേ നമ്മുടെ മസാലയ്ക്കുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കൂട്ടാണ്. അപ്പോൾ ഞാനിവിടെ 4.5 ടീസ്പൂൺ കണക്കാണ് ഞാൻ പറയുന്നത്. 4.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഗരം മസാല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. കാരണം നമ്മൾ ആദ്യം ഓൾറെഡി സ്പൈസസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് ഗരം മസാല മാത്രം ആഡ് ചെയ്താൽ മതി വേണമെങ്കിൽ. അങ്ങനെ നമ്മുടെ ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നതിന് ശേഷം നമുക്ക് മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ മസാലയൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ തേങ്ങാപ്പാലൊന്ന് റെഡിയാക്കി വെക്കാം. ആക്ച്വലി ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ആ താറാവിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണമെങ്കിൽ, പക്ഷേ ഞാനൊരു 2 ടീസ്പൂൺ, ഒരു 3 ടീസ്പൂൺ വരെ തേങ്ങാപ്പാൽ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിറച്ച് ഒരു 1 ഫുൾ കപ്പ് ഹോട്ട് വാട്ടർ എടുത്ത് അതിനെ ആഡ് ചെയ്യും ഈ കൂട്ടിനകത്ത്. അതിൽ കിടന്നാണ് ഈ താറാവ് വേവുന്നത്, താറാവും പൊട്ടറ്റോയും. 1 ടീസ്പൂൺ തേങ്ങാപ്പാൽ പൊടിക്ക് ഒരു കപ്പ് ഹോട്ട് വാട്ടറിനകത്താണ് ഞാനിതിനെ കലക്കുന്നത്. എന്നിട്ട് അതിനെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അപ്പം ഒരുപാട് തിക്കാവില്ല, അത്യാവശ്യം ഒന്ന് ആ തേങ്ങാപ്പാൽപ്പൊടിയുടെ ഒരു ഫ്ലേവർ ഒന്ന് ഈ താറാവിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ശരിക്കും നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ശരിക്കും ആ താറാവിനകത്ത് ഈ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മളുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുത്ത് ആ തേങ്ങാപ്പാലൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയ ശേഷം നമ്മുടെ താറാവും പൊട്ടറ്റോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ താറാവും പൊട്ടറ്റോയും ഒക്കെ കിടന്ന് വേവണമല്ലോ. വെന്ത് കഴിഞ്ഞ് അതൊരു ചെറിയൊരു അത്യാവശ്യം നല്ലപോലെ ഡ്രൈ ആവണം. ഒരുപാട് റോസ്റ്റ് ആവണ്ട, പക്ഷേ അത്യാവശ്യം നല്ലപോലെ വെള്ളമൊക്കെ വറ്റി അത് കുക്കാവണം. എന്നിട്ടാണ് നമ്മൾ മെയിനായിട്ടുള്ള തിക്ക് തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഞാനിവിടെ ടോട്ടൽ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിൽ1 കപ്പിൽ ഞാനൊരു 3 ടീസ്പൂൺ തേങ്ങാപ്പാൽ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന താറാവിൻ്റെയും പൊട്ടറ്റോയുടെയും കഷ്ണങ്ങളൊക്കെയും നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുക. കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് നോക്കുക എത്രത്തോളം വെന്തിട്ടുണ്ടെന്നും അതിൻ്റെ കൺസിസ്റ്റൻസി എന്തായെന്നും നോക്കുക.
ഞാനൊരു 10-15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോഴത്തെ ഒരു കൺസിസ്റ്റൻസിയും ഒരു വേവാണിത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അതിനെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് അതിനെ ഒന്ന് കുക്ക് ചെയ്യാം. കൺസിസ്റ്റൻസി കണ്ടോ, നമ്മൾ ഒഴിച്ച വെള്ളത്തിൻ്റെ പകുതിയായി ഇപ്പോൾ. അപ്പം നമുക്ക് നമ്മുടെ അത്യാവശ്യമുള്ള ചാറ് മാത്രമേ അതിലുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. കാരണം ഇപ്പം നല്ല തിക്കായിട്ടുണ്ട് നമ്മുടെ ഗ്രേവി. അപ്പം നമ്മുടെ കറി ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ, അതായത് അതിൻ്റെ ചാറൊക്കെ വറ്റി ഒക്കെ വരുമ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ നമുക്ക് റെഡിയാക്കാം. ഇവിടെ ഇപ്പം ഞാൻ 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ പൊടിക്ക് 1 കപ്പ് വെള്ളത്തിൽ ഞാൻ കലക്കിയിരിക്കുന്നത്. ഇതിനെ അപ്പം തന്നെ നല്ല തിക്കായിട്ട് തോന്നും നമുക്ക്. ആ തിക്ക് തേങ്ങാപ്പാലിന് നമുക്ക് ഈ ഒരു പോയിന്റിൽ, നമ്മുടെ കറിക്ക് ഇപ്പം ഗ്രേവി ഒത്തിരി കുറവാണ് കണ്ടോ, അതിന് ജസ്റ്റ് ആ പീസസും കുറച്ച് ചാറും മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അപ്പത്തിൻ്റെ ഒക്കെ കൂടത്തിൽ നമുക്ക് നല്ല ഗ്രേവി വേണമല്ലോ കറിക്ക്. അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ, തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആ കറിയുടെ കളറും കറിയുടെ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ 1/2 ഗ്ലാസും കൂടെ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും തിക്കായിരിക്കണം. പിന്നെ നിങ്ങളുടെ കറിക്ക് തിക്നെസ് ഒരുപാട് കൂടിപ്പോയെങ്കിൽ നിങ്ങളുടെ ഒരു ഇഷ്ടമുണ്ടല്ലോ, ആ ഒരു ഒഴുക്കിനനുസരിച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്താൽ മതി. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പായിരുന്നു നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക എന്നുള്ളത്. പിന്നെ നിങ്ങളതനുസരിച്ചിട്ട് ഉപ്പ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തു. ഉപ്പ് അതനുസരിച്ച് നോക്കിയിട്ട് ആവശ്യാനുസരണം ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കൂടിപ്പോയെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചെറിയൊരു തിള വരണം. ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ടു ബോയിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് കഴിവതും അടച്ച് വെക്കാതിരിക്കുക. കാരണം തേങ്ങാപ്പാൽ നമ്മൾ തിക്കായിട്ട് ഒഴിച്ച് കൊടുക്കുന്ന കറികളൊക്കെ നമ്മൾ അടച്ച് വെക്കാത്തതാണ് നല്ലത്. എപ്പോഴും ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇടുക. അടച്ച് ഒരു പകുതി വേണമെങ്കിൽ അടച്ച് വെക്കാം, അല്ലാണ്ട് ഫുൾ അടച്ച് വെക്കരുത്. കാരണം തേങ്ങാപ്പാൽ നമ്മൾ ഒരുപാടിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ട് അത് ഇങ്ങനെ സ്പ്ലിറ്റ് ആവുമല്ലോ. തേങ്ങാപ്പാൽ പീര പോലെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ നമ്മൾ അടച്ച് വെക്കരുത്. കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു ഹാഫ് പോലെ എങ്ങാണേ അടച്ച് വെക്കാവൂ. അങ്ങനെ നമ്മുടെ നാടൻ താറാവ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കത് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മേരി ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.